കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ദിനേശ് ബീഡിക്ക് വലിയ സ്ഥാനമുണ്ട്. കണ്ണൂർ ജില്ലയിലാണ് ഇതിന്റെ ആസ്ഥാനം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സഹകരണ സംഘമാണ് ദിനേശ് ബീഡി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് ജീവിതമാർഗമായി മാറി. ദിനേശ് ബീഡിയുടെ ചരിത്രം കേവലം ഒരു കമ്പനിയുടെ കഥയല്ല, അത് തൊഴിലാളികളുടെ പോരാട്ടത്തിന്റെ കഥയാണ്. അവരുടെ വലിയ അതിജീവനത്തിന്റെ കഥയാണ്. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായിരുന്നു ഇത്. 1960കളിൽ കേരളത്തിൽ ബീഡി വ്യവസായം സജീവമായിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലായിരുന്നു കൂടുതൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നത്. അന്ന് പല സ്വകാര്യ കമ്പനികളും ഈ രംഗത്തുണ്ടായിരുന്നു. ഗണേശ് ബീഡി അവയിൽ ഒന്നായിരുന്നു. ഭാരത് ബീഡി മറ്റൊരു വലിയ കമ്പനിയായിരുന്നു. ദർബാർ ബീഡിയും PVS ബീഡിയും അക്കാലത്തുണ്ടായിരുന്നു. ഈ കമ്പനികളുടെ ആസ്ഥാനം കർണാടകയിലായിരുന്നു. അവർ കേരളത്തിൽ യൂണിറ്റുകൾ തുടങ്ങി. സാധാരണക്കാരായ ജനങ്ങൾ അവിടെ ജോലി ചെയ്തു. പുരുഷന്മാരും സ്ത്രീകളും അവിടെ ജോലിക്ക് പോയി. പുകയിലയും തെണ്ട് ഇലയും ഉപയോഗിച്ചാണ് ബീഡി ഉണ്ടാക്കുന്നത്. ഇതിനെ ബീഡി തെർക്കൽ എന്ന് പറയുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണിത്. എന്നാൽ തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞ കൂലിയാണ് അന്ന് ലഭിച്ചിരുന്നത്. മുതലാളിമാർ വലിയ ലാഭമുണ്ടാക്കി. തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലായിരുന്നു. തൊഴിലാളികളുടെ ദുരിതം മാറ്റാൻ സർക്കാർ തീരുമാനിച്ചു. 1966 കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. ബീഡി സിഗാർ വർക്കേഴ്സ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് ആക്ട് എന്നായിരുന്നു ആ നിയമത്തിന്റെ പേര്. ബീഡി തൊഴിലാളികളുടെ മിനിമം കൂലി ഉറപ്പാക്കുക എന്നതായിരുന്നു നിയമത്തിന്റെ ലക്ഷ്യം. തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവായ AK ഗോപാലൻ ഈ നിയമത്തിന് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തിയിരുന്നു. അന്നത്തെ കേരള സർക്കാർ ഈ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. EMS നമ്പൂതിരിപ്പാടായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. എന്നാൽ സ്വകാര്യ കമ്പനി മുതലാളിമാർ ഈ നിയമത്തെ എതിർത്തു. തൊഴിലാളികൾക്ക് കൂടുതൽ കൂലി നൽകാൻ അവർ തയ്യാറായില്ല. നിയമം നടപ്പാക്കാതിരിക്കാൻ അവർ പല വഴികളും നോക്കി. അവസാനം അവർ ക്രൂരമായ ഒരു തീരുമാനമെടുത്തു. 1968 അവർ തങ്ങളുടെ കമ്പനികൾ അടച്ചുപൂട്ടി. ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് അവർ കമ്പനികൾ പൂട്ടിയത്. കമ്പനികൾ പൂട്ടിയതോടെ തൊഴിലാളികൾ പെരുവഴിയിലായി. 12,000-ഓളം തൊഴിലാളികൾക്ക് ഒറ്റയടിക്ക് ജോലി നഷ്ടപ്പെട്ടു. അവരുടെ വീടുകളിൽ പട്ടിണിയായി. ഇതിനെതിരെ തൊഴിലാളികൾ വലിയ സമരം തുടങ്ങി. AK ഗോപാലന്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. മംഗലാപുരത്തും മറ്റും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. അടച്ചുപൂട്ടിയ കമ്പനികൾ തുറക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ കർണാടക സർക്കാർ മുതലാളിമാരെ പിന്തുണച്ചു. സമരക്കാരെ പോലീസിനെ ഉപയോഗിച്ച് നേരിട്ടു. പലയിടത്തും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നിയമം ലംഘിച്ച് സമരം ചെയ്തവരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. പലരെയും ജയിലിൽ അടച്ചു. എങ്കിലും തൊഴിലാളികൾ സമരം നിർത്തിയില്ല. അവർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. അടച്ചിട്ട കമ്പനി തുറക്കാതെ ഒരടി പിന്നോട്ടില്ല എന്ന് അവർ തീരുമാനിച്ചു. മുതലാളിമാർ കമ്പനി തുറക്കില്ല എന്ന് കേരള സർക്കാരിന് മനസ്സിലായി. 12,000 കുടുംബങ്ങളെ പട്ടിണിക്കിടാൻ സർക്കാരിന് കഴിയില്ലായിരുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ തീരുമാനിച്ചു. വ്യവസായ മന്ത്രിയായിരുന്ന TV തോമസ് ഇതിനായി മുൻകൈയെടുത്തു. ഒരു സഹകരണ സംഘം രൂപീകരിക്കുക എന്നതായിരുന്നു ആശയം. തൊഴിലാളികൾ തന്നെ കമ്പനിയുടെ ഉടമസ്ഥർ ആകുന്ന രീതി. ഇത് വളരെ വലിയ ഒരു തീരുമാനമായിരുന്നു. ഇതിനായി സർക്കാർ 7 ലക്ഷം രൂപ നൽകി. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കാണ് ഈ തുക നൽകിയത്. 13 ലക്ഷം രൂപ ഓഹരി മൂലധനമായി സമാഹരിച്ചു. അങ്ങനെ 1969 ഫെബ്രുവരി 15 പുതിയ കമ്പനി ജനിച്ചു. കേരള ദിനേശ് ബീഡി എന്ന തൊഴിലാളി സഹകരണ സംഘം കണ്ണൂരിൽ രൂപം കൊണ്ടു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സഹകരണ സംഘമായിരുന്നു ഇത്. TGK പണിക്കർ ആയിരുന്നു ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ദിനേശ് ബീഡിയെ വലിയ വിജയമാക്കി. തുടക്കത്തിൽ 3000 തൊഴിലാളികളാണ് ദിനേശ് ബീഡിയിൽ ഉണ്ടായിരുന്നത്. വളരെ വേഗം കമ്പനി വളർന്നു. ജനങ്ങൾ ദിനേശ് ബീഡിയെ നെഞ്ചിലേറ്റി. കാസർഗോഡ്, മഞ്ചേശ്വരം മുതൽ കോഴിക്കോട്, വടകര വരെ കമ്പനിയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. 18 പ്രാഥമിക സംഘങ്ങൾ ഇതിനായി രൂപീകരിച്ചു. ഇവയെല്ലാം നിയന്ത്രിക്കാൻ ഒരു കേന്ദ്ര സംഘവും ഉണ്ടാക്കി. തൊഴിലാളികൾ ഉണ്ടാക്കുന്ന ബീഡികൾ ഈ കേന്ദ്ര സംഘം വഴിയാണ് വിറ്റടിച്ചത്. ഉദിച്ചുയരുന്ന സൂര്യന്റെ ചിത്രമായിരുന്നു ദിനേശ് ബീഡിയുടെ ചിഹ്നം. 90കളുടെ തുടക്കത്തിൽ ദിനേശ് ബീഡി അതിന്റെ ഏറ്റവും വലിയ പ്രതാപത്തിലെത്തി. ആ സമയത്ത് 42,000 തൊഴിലാളികൾ അവിടെ ജോലി ചെയ്തിരുന്നു. തൊഴിലാളികൾക്ക് മികച്ച ശമ്പളം ലഭിച്ചു. ദിനേശ് ബീഡി എന്ന പേര് സമൂഹത്തിൽ വലിയ ബഹുമാനം നൽകി. ദിനേശ് ബീഡിയിലെ ജോലി വിവാഹത്തിന് പോലും ഒരു വലിയ യോഗ്യതയായി പരിഗണിച്ചിരുന്നു. കമ്പനിയുടെ ലാഭം 44 കോടി രൂപ വരെ എത്തി. ഇതൊരു വലിയ ചരിത്ര വിജയമായിരുന്നു. ദിനേശ് ബീഡിയുടെ ചരിത്രം പറയുമ്പോൾ തെണ്ടുമരത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ബീഡി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇല ഈ മരത്തിൻ്റെതാണ്. ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ഇല കേരളത്തിൽ എത്തിക്കുന്നത്. ഛത്തീസ്ഗഡിൽ ഇതിനെ ഹരിത സ്വർണം എന്ന് വിളിക്കുന്നു. ദിനേശ് ബീഡിയുടെ സുവർണ കാലത്ത് ഇതിന്റെ വിത്തുകൾ കേരളത്തിൽ കൊണ്ടുവന്നു. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിലുള്ള കാരി എന്ന സ്ഥലത്ത് ഈ മരം നട്ടുവളർത്തി. കണ്ണൂരിലെ ദിനേശ് ബീഡി ആസ്ഥാനത്തും ഈ മരമുണ്ട്. ഈ മരത്തിലെ ഇലകൾ കൊണ്ട് ബീഡി ഉണ്ടാക്കാൻ തൊഴിലാളികൾ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് വിജയിച്ചില്ല. കാരണം ഈ ഇലകൾ പല പാകപ്പെടുത്തൽ കഴിഞ്ഞാണ് ബീഡി ഉണ്ടാക്കാൻ യോഗ്യമാകുന്നത്. ഈ സാങ്കേതിക വിദ്യ തൊഴിലാളികൾക്ക് അറിയില്ലായിരുന്നു. എങ്കിലും ഈ മരത്തെ തൊഴിലാളികൾ വളരെ സ്നേഹിക്കുന്നു. അവരുടെ ജീവിതത്തിന് അന്നം നൽകിയ മരമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. ഒരു കാലഘട്ടത്തിന്റെ വലിയ ഓർമ്മയായി ഈ മരങ്ങൾ ഇന്നും അവിടെ നിൽക്കുന്നു. 90കൾക്ക് ശേഷം ദിനേശ് ബീഡിയുടെ പ്രതാപം കുറയാൻ തുടങ്ങി. ഇതിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു. രോഗങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധമുണ്ടായി. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു. സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു.
പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചു. ഇതോടെ ബീഡിയുടെ ഉപയോഗം കുറഞ്ഞു. വിപണിയിൽ ബീഡിക്ക് ആവശ്യക്കാർ ഇല്ലാതെയായി. പുതിയ തലമുറ ഈ തൊഴിലിലേക്ക് വരാൻ തയ്യാറായില്ല. കമ്പനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായി തുടങ്ങി. തൊഴിലാളികളുടെ എണ്ണം പതിയെ കുറഞ്ഞു വന്നു. 42,000 പേർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് എണ്ണം വളരെ ചുരുങ്ങി. ഇന്നത്തെ കണക്ക് പ്രകാരം 6,000-നടുത്ത് തൊഴിലാളികൾ മാത്രമാണ് ഉള്ളത്. ഇതിൽ 4,000 പേർ മാത്രമാണ് ഇപ്പോൾ ബീഡി തെറുക്കുന്നത്. ഇതിൽ കൂടുതലും സ്ത്രീകളാണ്. കൂലിയിലും വലിയ കുറവുണ്ടായി. 1000 ബീഡി തെറുത്താൽ തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞ തുകയാണ് ലഭിക്കുന്നത്. ഒരു ദിവസം 1000 ബീഡി തെറുക്കാൻ പലർക്കും കഴിയാറില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് ഇന്നത്തെ തൊഴിലാളികൾ ജീവിക്കുന്നത്. വിരമിച്ച പല തൊഴിലാളികൾക്കും പെൻഷൻ കുടിശ്ശിക നൽകാൻ ബാക്കിയുണ്ട്. 10 വർഷം കൊണ്ട് ബീഡി തൊഴിലാളികൾക്ക് പൂർണ്ണമായും പിരിഞ്ഞു പോകേണ്ടി വരും എന്നാണ് കണക്കാക്കുന്നത്. വിപണിയിലെ തകർച്ചയ്ക്ക് പുറമെ പുതിയ ഒരു പ്രതിസന്ധി കൂടി ദിനേശ് ബീഡി നേരിടുന്നുണ്ട്. അത് വ്യാജ ബീഡികളുടെ വരവാണ്. തമിഴ്നാട്ടിലെ ശിവകാശിയിൽ നിന്നാണ് ഇത്തരം വ്യാജ ബീഡികൾ എത്തുന്നത്. കെട്ടിലും മട്ടിലും ഒറിജിനൽ ദിനേശ് ബീഡിയെ പോലെ തന്നെയാണ് വ്യാജനും. ലേബലുകൾ ശിവകാശിയിൽ വ്യാജമായി അച്ചടിക്കുന്നു. ഒരു കെട്ടിൽ 12 ബീഡികൾ ഉണ്ടാകും. അലൂമിനിയം കടലാസിലാണ് ഇത് പൊതിയുന്നത്. 15 രൂപയ്ക്കാണ് തെക്കൻ കേരളത്തിൽ ഇത് വിൽക്കുന്നത്. ഉപഭോക്താക്കൾക്ക് കണ്ടാൽ ഒറിജിനൽ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഈ വ്യാജ ബീഡികൾ കാരണം ദിനേശ് ബീഡിക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇത് വർഷം 24 കോടി രൂപ വരും. നിലവിൽ 60 കോടി രൂപയുടെ വിൽപ്പനയാണ് ദിനേശ് ബീഡിക്കുള്ളത്. ഇതിൽ വലിയൊരു ഭാഗം GST ആയി സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ട്. 18 കോടിയോളം രൂപ ഇങ്ങനെ നികുതി അടയ്ക്കുന്നു. വ്യാജ ബീഡി വിൽക്കുന്നത് കാരണം സർക്കാരിനും നികുതി നഷ്ടം ഉണ്ടാകുന്നുണ്ട്. കമ്പനിയുടെ സെക്രട്ടറി കെ പ്രഭാകരൻ, മാർക്കറ്റിംഗ് മാനേജർ M സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാജ ബീഡികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ബീഡി വ്യവസായം മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് കമ്പനിക്ക് മനസ്സിലായി. അതിനാൽ അവർ പുതിയ മേഖലകളിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. അതായത് വൈവിധ്യവൽക്കരണം നടത്താൻ തീരുമാനിച്ചു. തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. 1997 അവർ ദിനേശ് ഫുഡ്സ് എന്ന പേരിൽ ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണം തുടങ്ങി. ഇതിനായി 2 ഫാക്ടറികൾ തുറന്നു. കറി പൗഡറുകൾ, തേങ്ങയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, മാങ്ങ ജ്യൂസ് എന്നിവ അവർ വിപണിയിൽ എത്തിച്ചു. പിന്നീട് 1999 ദിനേശ് ഇൻഫർമേഷൻ ടെക്നോളജി സിസ്റ്റംസ് എന്ന പേരിൽ IT കമ്പനി തുടങ്ങി. സഹകരണ ബാങ്കുകൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. 2000 ദിനേശ് കുടകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇതിനായി 3 യൂണിറ്റുകൾ ആരംഭിച്ചു. വിപണിയിൽ ദിനേശ് കുടകൾക്ക് നല്ല പ്രചാരമുണ്ട്. 2007 ദിനേശ് അപ്പാരൽസ് എന്ന പേരിൽ വസ്ത്രനിർമ്മാണ യൂണിറ്റ് തുടങ്ങി. കേരളത്തിലെ ഏറ്റവും വലിയ വസ്ത്രനിർമ്മാണ യൂണിറ്റുകളിൽ ഒന്നാണിത്. യൂറോപ്പ്, ദുബായ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇവർ വസ്ത്രങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. ഇതിനു പുറമെ കണ്ണൂരിൽ ഒരു വലിയ ഓഡിറ്റോറിയവും സൂപ്പർ മാർക്കറ്റും ദിനേശ് ബീഡി നടത്തുന്നുണ്ട്. കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രങ്ങളും ഇവർ നടത്തുന്നു. ദിനേശ് ബീഡിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മികച്ച ബിസിനസ് രീതികൾ പിന്തുടർന്നതിന് 2014 അസോചം അവാർഡ് ലഭിച്ചു. ദിനേശ് ഫുഡ്സിന് കേന്ദ്ര സർക്കാരിന്റെ അക്മാർക്ക് അംഗീകാരമുണ്ട്. FSSAI അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. IT കമ്പനിക്ക് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. വസ്ത്രനിർമ്മാണ യൂണിറ്റിനും അന്താരാഷ്ട്ര അംഗീകാരങ്ങളുണ്ട്. ദിനേശ് ബീഡിയുടെ ചരിത്രം പഠിക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ എത്തി. റിച്ചാർഡ് ഫ്രാങ്ക്, തോമസ് ഐസക് എന്നിവർ ചേർന്ന് ദിനേശ് ബീഡിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഡെമോക്രസി അറ്റ് വർക്ക് ഇൻ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ലോകത്തിലെ തന്നെ മികച്ച സഹകരണ മാതൃകയായി ദിനേശ് ബീഡി മാറി. 1969 തുടങ്ങിയ ദിനേശ് ബീഡിക്ക് പിന്നീട് 50 വയസ്സ് തികഞ്ഞു. 2019 ഇതിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. എല്ലാ ഓഫീസുകളിലും പതാക ഉയർത്തിയാണ് പരിപാടികൾ തുടങ്ങിയത്. കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആഘോഷങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. കമ്പനിയുടെ ചെയർമാൻ C രാജൻ, സംഘാടക സമിതി ചെയർമാൻ KP സഹദേവൻ എന്നിവർ ഇതിന് നേതൃത്വം നൽകി. ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നാണ് ദിനേശ് ബീഡി ഉയർന്നു വന്നത്. സ്വകാര്യ മുതലാളിമാർ ഉപേക്ഷിച്ചു പോയ തൊഴിലാളികളെ സർക്കാർ ചേർത്തു പിടിച്ചു. അവരെ സ്വന്തം കമ്പനിയുടെ ഉടമസ്ഥരാക്കി മാറ്റി. നിരവധി ആളുകൾക്ക് അത് ജീവിതം നൽകി. കാലം മാറിയപ്പോൾ ആ പഴയ സുവർണ കാലം നഷ്ടപ്പെട്ടു. ബീഡി വലിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. ലാഭം നഷ്ടത്തിലേക്ക് മാറി. എങ്കിലും അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. പുതിയ വ്യവസായങ്ങൾ തുടങ്ങി അവർ പിടിച്ചു നിന്നു. ദിനേശ് ബീഡി എന്നത് വെറും ഒരു കമ്പനിയുടെ പേരല്ല. അത് ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ വിയർപ്പിന്റെയും കണ്ണീരിന്റെയും പ്രതീക്ഷയുടെയും പേരാണ്. ഒരു സമൂഹത്തിന് ഒരുമിച്ച് നിന്നാൽ എന്തും നേടാം എന്നതിന്റെ വലിയ തെളിവാണ് ഈ സഹകരണ പ്രസ്ഥാനം. ഇന്ന് പഴയ പ്രതാപം ഇല്ലെങ്കിലും കേരളത്തിന്റെ ചരിത്രത്തിൽ എക്കാലവും ഈ പേര് തിളങ്ങി നിൽക്കും.